ഉന്നത പരീക്ഷകളുടെ ചോദ്യക്കടലാസുകൾ ചന്തയിൽ ആരെങ്കിലും വിൽക്കാൻ വെച്ചാൽ മോദിക്ക് എന്താണ്? മോദിക്ക് ഒന്നുമില്ല. ചോർച്ചയുടെ ഉത്തരവാദികളെ പിടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം വെച്ചാൽ മോദി പേടിക്കുമോ? മോദി നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല. BJP നേതാക്കൾ തന്നെ സംശയനിലയിലുള്ള കേസിൽ കോടതി ഒച്ച വെച്ചാലോ, കൊടി കെട്ടിയ ഏജൻസി വന്നാലോ മോദി ഭയക്കുമോ? അദ്ദേഹം അതിനൊന്നും തൃണവില കൊടുക്കില്ല. കാരണം മോദിക്ക് ജനത്തെ പേടിയില്ല. വിദ്യാഭ്യാസ രംഗം നവീകരിച്ചിട്ട് കിട്ടുന്ന 10 വോട്ട് മോദിക്കും വേണ്ട, സംഘിനും വേണ്ട. കോൺഫിഡൻസിൻ്റെ പീക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് മോദി. ഇത്ര ആത്മവിശ്വാസം മോദിയിൽ നിറയ്ക്കുന്നത് ആരാണ്? എന്താണ്? മോദിയുടെ ആ ഉള്ളുറപ്പ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ തലയ്ക്കുള്ള അടിയാകുന്നത് എങ്ങനെയാണ്? സ്വാഗതം നിലപാടിലേക്ക്. ഒരു കടലാസ്, ഒരൊറ്റ ചോദ്യക്കടലാസ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിത സ്വപ്നങ്ങൾ അടുക്കി വെച്ചതാണ്. ഇരുളുന്നതും വെളുക്കുന്നതും അറിയാതെ അധ്വാനിച്ച് പഠിച്ച കുട്ടികൾ, ജീവിതത്തിലെ നല്ല കാലത്തെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരേ ഒരു മോഹത്തിനായി ജീവിച്ചവർ, ഒരു ചോദ്യക്കടലാസിലെ ഉത്തരങ്ങൾ തേടി ഉരുകി നീങ്ങിയ മാസങ്ങൾ, വർഷങ്ങൾ. പക്ഷെ നാം, നമ്മുടെ ഭരണകൂടം അവരുടെ അധ്വാനത്തോട് ചെയ്തത് എന്താണ്? ലക്ഷക്കണക്കിന് കുട്ടികൾ ഉദ്വേഗത്തോടെ കാത്തിരുന്ന ആ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് ബെല്ലടിക്കും മുൻപേ മറ്റു ചിലരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പരീക്ഷ എന്നത് വെറുമൊരു പരിഹാസ്യത മാത്രമാക്കി ചവിട്ടി അരയ്ക്കപ്പെട്ടു. ഇത് ഒരു ചോർച്ചയുടെ കഥ മാത്രമല്ല, ഇത് ഒരു വ്യവസ്ഥയുടെ കഥയാണ്. ഒരു ദശകം ഭരിച്ച ഒരൊറ്റ ഭരണകൂടം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഭയക്കുന്ന, ഇന്ത്യയുടെ ഭാവിയെ ഒരു ചൂതാട്ട പലകയാക്കി മാറ്റിയ ഒരൊറ്റ ഭരണകൂടത്തിൻ്റെ കഥ. 2017 നരേന്ദ്രമോദി സർക്കാർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന സംവിധാനം ഉണ്ടാക്കുന്നത്. എല്ലാ ദേശീയ പ്രവേശന പരീക്ഷകളും ഒരൊറ്റ ഏജൻസി ഭംഗിയായി നടത്തുമെന്നാണ് വാഗ്ദാനം. 2024 കഥ തുടങ്ങുകയായി. മെയ് 5 നീറ്റ് UG പരീക്ഷ. 24 ലക്ഷം പേരാണ് പരീക്ഷാർത്ഥികൾ. 13 ഭാഷകൾ, 571 നഗരങ്ങൾ, 4750 കേന്ദ്രങ്ങൾ. ജൂൺ 4 ഫലം വരുന്നു. അതിൽ നമ്മെ ചില ഞെട്ടിക്കലുകൾ കാത്തിരുന്നു. ഹരിയാനയിലെ ഒഡ്ഡ ജില്ലയിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും കിട്ടി. ആ 67-ൽ 6 പേർ അവർ ഒരൊറ്റ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുന്നവർ. അവർക്കെല്ലാം മൊത്തം മാർക്ക്. രാജ്യം ചോദിച്ചു, ഇതെങ്ങനെ? NTA പെട്ടെന്ന് മറുപടി പറഞ്ഞു, അവർക്കെല്ലാം ഗ്രേസ് മാർക്ക് നൽകിയെന്നായിരുന്നു വിശദീകരണം. ഇന്ത്യ വീണ്ടും ചോദിച്ചു, ആരുടെ ഉത്തരവിൽ? ഏത് മാനദണ്ഡത്തിൽ? പക്ഷേ ഇത്തവണ NTAയുടെ ഉത്തരം നിശബ്ദതയായിരുന്നു. ഇത് ഒരൊറ്റ സംഭവമായിരുന്നില്ല, ഒരു പാറ്റേണിൻ്റെ ഒടുക്കമില്ലാത്ത തുടക്കമായിരുന്നു. 2021 നീറ്റ് ചോർച്ച ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ വർഷവും പ്രധാന പരീക്ഷകളെല്ലാം ചോർന്നു. ഒരൊറ്റ ചോദ്യം, ഇത് ഒരൊറ്റ ഏജൻസിയുടെ ഒറ്റത്തവണത്തെ പരാജയമോ, അതോ ഒരൊറ്റ ഭരണ ദർശനത്തിൻ്റെ ജൈവ ദൗർബല്യമോ? 2014 ആ ഒച്ചപ്പാട് നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യയിലെ ഓരോ കുഞ്ഞും, ഓരോ യുവജനവും ഇന്ത്യയുടെ ഭാവിയാണ്. ആ ഭാവി സുരക്ഷിതമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്നും മറ്റും. പരീക്ഷാ പേ ചർച്ച, ആങ്സൈറ്റി ഫ്രീ എക്സാം, പ്രഷർ ഫ്രീ സ്റ്റുഡൻറ്റ്, ഭരണനായകൻ നിറഞ്ഞാടിയ കാലമായിരുന്നു. പിന്നീട് ഓരോ ആണ്ടും 2024 നാം. അന്നുമുണ്ടായിരുന്നു പരീക്ഷാ പേ ചർച്ച. നീറ്റ് പരീക്ഷാ തട്ടിപ്പിന് ഏതാനും മാസം മുൻപ് ആങ്സൈറ്റി ഫ്രീ ആക്കിത്തരാൻ ആവേശം കാണിച്ചു അന്നും ഭരണകൂടം. പക്ഷേ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശേഷം ദേശമാകെ അഗ്നി പടർന്ന ജൂണിൽ ഒരു ട്വീറ്റോ ഒരു വാർത്താ സമ്മേളനമോ ഒന്നും ആരും കണ്ടില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിൻ്റെ പദവി അങ്ങനെ തന്നെ നിലനിർത്തി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തലവൻ അവിടെ തന്നെ ഇരുന്നു. ഒരു പുനഃപരീക്ഷയെ ആവശ്യമില്ല എന്നായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. പരീക്ഷാ പേ ചർച്ചയിൽ ദശലക്ഷക്കണക്കിന് കുട്ടികളോട് നേരിട്ട് സംവദിച്ച ഭരണനായകൻ ആ ചോർച്ചയുടെ ഇരകളോട് ഒരൊറ്റ വാക്കുരിയാടാൻ ഇതുവരെ തയ്യാറായില്ല. ഇതിനെ നമുക്ക് ഭരണം എന്ന് വിളിക്കാൻ കഴിയുമോ? ഒരൊറ്റ ചോർച്ചയെങ്കിൽ അതിനെ ആകസ്മികത എന്ന് വിളിക്കാമായിരുന്നു. ആവർത്തിക്കുമ്പോൾ ഒരു ചോദ്യം ഉത്ഭവിക്കുകയാണ്, ഈ ചോർച്ചകൾ ആരിൽ നിന്നാണ്? ആർക്കു വേണ്ടിയാണ്? ആരാൽ നിർവഹിക്കപ്പെടുന്നതാണ്? CBI ഇതുവരെ അന്വേഷിച്ചതിൻ്റെ കഥയെടുക്കുമ്പോൾ അതിലെല്ലാം ഭരണ പാർട്ടിയായ BJPയുടെ നിഴൽ വീണ് കിടക്കുന്നത് കാണാം.
ബീഹാറിൽ, ഗുജറാത്തിൽ, ജാർഖണ്ഡിൽ, രാജസ്ഥാനിൽ എല്ലായിടത്തും BJP നേതാക്കളുടെയോ ബന്ധുക്കളുടെയോ സാന്നിധ്യം പകൽ പോലെ വ്യക്തം. എല്ലാം അന്വേഷണത്തിനൊടുവിൽ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. ഓക്കെ, പക്ഷേ ഈ ക്രിമിനൽ നെറ്റ്വർക്കിൽ കുറ്റവാളികളെ രക്ഷിക്കാൻ കഴിയുന്ന വൻ തോക്കുകളുണ്ട് എന്നത് ഉറപ്പ്. അതൊന്നുകൊണ്ട് മാത്രം ഓരോ തവണയും ഈ കുറ്റകൃത്യം ഭയരഹിതമായി ആവർത്തിക്കപ്പെടുന്നു. ആ ബിഗ് ബോസിനെ മറികടക്കാൻ രാജ്യത്തെ ഏത് ഏജൻസിക്ക് കഴിയും? നോക്കൂ, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരിക്കുക, സുതാര്യമാക്കുക, കാലത്തിനൊപ്പം കൈപിടിക്കുക, ഇതൊന്നും ഒരിക്കലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പരിപാടിയായിരുന്നില്ല, ഇനിയാവുകയുമില്ല. ഭരണത്തിൻ്റെ തുടക്കത്തിൽ GDPയുടെ 6% വിദ്യാഭ്യാസത്തിന് മാറ്റിവെച്ച മോദി 2024 അത് 4.6 ചുരുക്കുകയാണ് ചെയ്തത്. കേന്ദ്ര സർവകലാശാലകളിൽ 30% ഫാക്കൽറ്റി പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. രാജ്യത്തെ IITകളിൽ 40% വരെയെങ്കിലും സ്ഥിരം പദവികൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനിടെ 1800 കോടിയുടെ സെൻട്രൽ വിസ്ത പ്രോജക്റ്റും 900 കോടിയുടെ PM റെസിഡൻസുമെല്ലാം പണി കഴിഞ്ഞ് ഉദ്ഘാടനവുമായി. അത് അവിടെ നിൽക്കെ JNUവിനും അലിഗഡിനും ജാമ്യയ്ക്കുമെല്ലാമുള്ള ഫണ്ട് അലോക്കേഷൻ കുറയ്ക്കുന്നുമുണ്ട് മോദി ഭരണകൂടം. പ്രധാന സ്ഥാപനങ്ങളുടെ എല്ലാം തലപ്പത്ത് യോഗ്യത പരിഗണിക്കാതെയുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തി കാവിയടിക്കുന്നതിനാണ് മോദി ഭരണകാലത്തിൻ്റെ ഊന്നൽ. വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ ദിവസം നിങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയാണെന്ന് ഉദ്ഘോഷിക്കുകയും ആ ഭാവി സൃഷ്ടിക്കേണ്ട സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ കസേരകൾ, ചോർന്ന ചോദ്യക്കടലാസ്, ബജറ്റ് വെട്ടൽ ഇവയെല്ലാം ഏർപ്പെടുത്തുകയും ചെയ്യും. ഈ 2 ഭാഷയിലാണ് ഈ ഭരണകൂടം സംസാരിക്കുന്നത് എന്ന് നാം നന്നായി ഓർത്തിരിക്കണം. മോദി അധികാരത്തിലേറിയ ഒരൊറ്റ ദശകം കൊണ്ട് രാജ്യത്ത് പലായനം ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 4 മടങ്ങ് കൂടി. UK എങ്ങനെയും കുടിയേറിപ്പോകാൻ പദ്ധതിയിടുന്നവരിൽ ലോകത്ത് ഏറ്റവും അധികം പേർ ഇന്ത്യക്കാരാണ്. നോക്കൂ, MBBSന് ഇന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് റഷ്യയും യുക്രൈനും ഫിലിപ്പൈൻസും ബംഗ്ലാദേശുമാണ്. എഞ്ചിനീയറിങ്ങിന് ജർമ്മനിയും കാനഡയും ഓസ്ട്രേലിയയും, ഗവേഷണങ്ങൾക്ക് അമേരിക്കയും UKയും സിംഗപ്പൂരും. ഈ വിശദാംശങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ ടാലൻറ്റ് ഇസ് ഗ്ലോബൽ എന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? കഴിയുമെങ്കിൽ പ്രധാനമന്ത്രി വിശദീകരിക്കട്ടെ. ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ടാലൻറ്റിന് ഇടമില്ല. നാം ഇതൊക്കെ ആരോട് ചോദിക്കും? ആരോട് ചോദിച്ചാലും ഒരു കാര്യവുമില്ല. ആരും ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നുമില്ല. പ്രതിപക്ഷം ചോദിച്ചാൽ അവരെ രാഷ്ട്രീയമായി ചാപ്പകുത്തും. വ്യക്തികൾ ചോദിച്ചാൽ അവരെ ജിഹാദികളാക്കും. പുറത്തെ വിമർശനങ്ങൾ അവിടാം. BJPക്ക് അകത്തു നിന്നും ഒരാളും ഇതിനെക്കുറിച്ച് ശബ്ദിക്കുന്നില്ല. 2002 ഗുജറാത്ത് കലാപ സമയത്ത് BJPക്ക് അകത്തുനിന്ന് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. വാജ്പേയിയുടെ മോദി വിമർശനം നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ഞരക്കം പോലും അതിനകത്തില്ല. ഞങ്ങൾ തൊഴിലിലും വിദ്യാഭ്യാസത്തിലും രാജ്യത്തെ മുന്നോട്ട് നയിച്ചുവെന്ന് ഒരു ക്യാമ്പയിനിലും BJP ഊന്നി പറയുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു പരിപാടിയുമില്ല. രാമക്ഷേത്രമുണ്ടാക്കിയെന്നും കശ്മീരിൻ്റെ സവിശേഷാവകാശം നീക്കിയെന്നും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നുമൊക്കെ പറഞ്ഞാണ് BJP എപ്പോഴും വോട്ട് തേടുക. അതിലും മുന്തിയ വിഭജന വിഷയങ്ങൾ വേറെയുമുണ്ട്. അത് ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയും ജീവിത വിഷയങ്ങൾ അവർക്കൊരു പ്രശ്നമേയല്ല. നീറ്റിലെ ചോർച്ചാ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പിന്നെയും പറയുന്നുണ്ട് സർക്കാർ. അതിനായി റിഫോം കമ്മിറ്റി വരുന്നുണ്ടെന്ന്. ഏതൊരു റിഫോമിൻ്റെയും ഒരൊറ്റ ആദ്യ ഉപാധി അക്കൗണ്ടബിലിറ്റിയാണ്, ഉത്തരവാദിത്തം ഏൽക്കൽ. ഇറ്റ് ഹാപ്പൻഡ്, ഐ എം റെസ്പോൺസിബിൾ, ഹിയർ ഇസ് വാട്ട് വി വിൽ ഡു. ഭരണത്തിൻ്റെ ആ ഭാഷ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നാം എങ്ങനെ നവീകരണത്തിൽ വിശ്വസിക്കും? ഒരൊറ്റ കടലാസ്, ആ ഒരൊറ്റ ചോദ്യക്കടലാസ്, ഒരൊറ്റ കുട്ടി, അവൻ്റെ സ്വപ്നം, അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞോ ഈ ഭരണകൂടത്തിന്? ഞങ്ങൾക്കുള്ളത് കഴിവ് കെട്ടൊരു സർക്കാരാണെന്ന നിരാശ അത്തരം ഓരോ നീറ്റ് കാൻഡിഡേറ്റിൻ്റെയും കണ്ണുകളിലുണ്ട്. പല എയർപോർട്ടുകളിൽ നിന്നായി ദിവസവും ഇന്ത്യ വിടുന്ന വിദ്യാർത്ഥിയുടെ ബാഗേജ് ടാഗിലുണ്ടത്. സ്വകാര്യ മേഖലയിലെ ഫീസ് കെട്ടാൻ വീട് വിറ്റ കുടുംബങ്ങളുടെ നിശ്വാസത്തിലുണ്ടത്. ജനാധിപത്യ ഭരണഘടനയിൽ ഒരൊറ്റ ആദ്യ ഉത്തരവാദിത്തം, ഓരോ കുട്ടിയുടെ ഒരൊറ്റ ചോദ്യക്കടലാസ് സംരക്ഷിക്കുക. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ ഭരണകൂടം ഇനിയെങ്കിലും തയ്യാറാകുമോ? ഇന്ത്യ അതിൻ്റെ ഉത്തരം വൈകുന്നുവെങ്കിലും കാത്തിരിക്കുന്നു.